2001 അന്ന് വിസ്തൊന്നുമില്ല, ചെറിയ മുണ്ടം അന്ന് വിസ്തത്തിന്റെ ആളുമല്ല. എന്താണ് കലിമത്തുള്ളയും ഇബാദുള്ളയും ശിർക്കിന് തെളിവോ? അഥവാ യാ ഇബാദുള്ള എന്ന ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ശബാബ് കൊടുത്ത മറുപടിയാണ്. അതിൽ കൃത്യമായി കൊണ്ട് അതിൽ പ്രാർത്ഥനയില്ലെന്നും, ഇത് അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ പേര് യാ ഇബാദുള്ള ഐഖിസുനി എന്ന് 2 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത്. അഹ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴിതെറ്റിയപ്പോൾ യാ ഇബാദുള്ള ദല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെന്നാണുള്ളത്. അള്ളാഹുവിന്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിച്ചു തരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണമെന്ന അഭ്യർത്ഥിയാണത്. അബോധികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു CD ടവറുകാരോടും മർക്കസ് ദേവക്കാരോടും, നിങ്ങൾ പ്രസിദ്ധീകരിച്ച ശബാബ് വാരികയാണിത്. മർക്കസ് ദേവക്കാർ ഇത് പറയുന്നത് ശിർക്കാണ്, ഞാൻ പറയുന്നത് ചെറിയ മുണ്ടും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? 2001 മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലായിരുന്നോ? അതല്ല അന്ന് കിട്ടാത്ത ആയത്ത് ഇപ്പം മനസ്സിലായതാണോ? എങ്കിലത് പറയണം. അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. ഇനി 2001 മാത്രമല്ല, ഇത് മഹാനായ ഉമർ മൗലവി 971 ശബാബ് സൽസബീലാണ് ഇതേ വാചകം ചെറിയ മുണ്ടം ആണി പിഴച്ചവാദം തുടങ്ങിയത് എന്ന് അനീഫ് കായ്ക്കുടി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ചെറിയ മുണ്ടം തുടങ്ങിയതല്ല, ഇത് മുസ്ലിം ലോകത്ത് പണ്ടക്കും പണ്ടേ ഉള്ളതാണ്. നിങ്ങൾ പുതിയ തൗഹീദ് ഉണ്ടാക്കിയപ്പോ ചെറിയ മുണ്ടം ഔട്ടായി, ഉമർ മൗലവി ഔട്ടായി. എന്താ ഉമർ മൗലവി പറഞ്ഞത്? ഇതേ പിയായി ബാധയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ മൗലവി സൽസബിയിൽ കൊടുക്കുന്ന മറുപടി എന്താ? ഒരു വിജന പ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊണ്ടുപോയി സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശേഖനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസ് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യന്തം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിപുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തും ഒന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഹദീസിലെ ഉപദേശം. ഞാൻ ചോദിക്കുന്നു, ഇത് എഴുതിയത് അബ്ദുറഹ്മാൻ മദനി പാലത്താണ്. അദ്ദേഹം ഇന്ന് KNM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, ഉമർ മൗലവി ഈ മറുപടി അദ്ദേഹം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അതേ വിശദീകരിച്ചിട്ട് കാണാം. ഈ മറുപടിയിലുള്ളത് സൽസബീന്റെ അഭിപ്രായം തന്നെയാകുന്നു. അപ്പൊ ഇത് സൽസബീന്റെ അഭിപ്രായമാണ്. അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണ്ടക്കും മണ്ടുള്ള തൗഹീദാണത്. ആ തൗഹീദ് തന്നെയാണ് ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത്. ആ തൗഹീദ് അന്ന് തൗഹീദ് തെറ്റിയപ്പോൾ മടവൂർ വിഭാഗത്തിന് ശിർക്കായി. ഇപ്പൊ KNM തൗഹീദ് തെറ്റിയപ്പോ അവർക്കും ശിർക്കായി. അതിനിപ്പോ നമ്മളെന്താ കാട്ടണത്? നിങ്ങൾ വഴി തെറ്റി തൗഹീദിന്റെ വഴിയിൽ തെറ്റിപ്പോയപ്പോ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ശിർക്കാണെന്ന്. ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മടവൂർ വിഭാഗം അവർ ജിന്നുബാദ് അന്ധവിശ്വാസം എന്ന് പറയുന്നു. പക്ഷെ ഖുർആനിലുണ്ട്, അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് അന്ധവിശ്വാസമായി, നിങ്ങൾ വഴി തെറ്റിയത് കൊണ്ട് നിങ്ങൾക്ക് അന്ധവിശ്വാസമായി. അതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഉത്തരവാദിയല്ല.